ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്, ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. എയ്റ്റ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ടെൻ ഓഫ് കപ്സ്, ത്രീ ഓഫ് വാൻസ്. ഇത് കാർഡ്സ് എല്ലാം എളുപ്പം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി വളരെയധികം പോസിറ്റീവ് എനർജിയിലായിരിക്കാം മേ ബി. പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഹാങ്ഡ് മാൻ, ഫോർ ഓഫ് വാൻസ്, എയ്റ്റ് ഓഫ് വാൻസ്, Queen of Pentacles, Eight of Pentacles, the World. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് സോർട്സ് ആണ്. നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കാർഡ്സ് വെച്ച് നോക്കാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് സോർട്സ് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയും, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ എവിടെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ തിരയുന്നുണ്ടാകാം, നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകാം, നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇവിടെ വന്നിരിക്കുന്ന എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി സ്വന്തമായി തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആളുടെ മനസ്സിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഭാവിയിൽ കൂടെ കൂട്ടാവുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ സമാധാനവും ആശ്വാസവും ഫീൽ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെയുള്ളൊരു തോട്ടാണ് ആ ഒരു പേഴ്സന്റെ മനസ്സിൽ. പക്ഷെ നിലവിലെ പ്രശ്നം എന്തെന്നാൽ ഇപ്പോൾ ആൾ ഒരു ആക്ഷൻ എടുക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. കാരണം കുറെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫാമിലിയോട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളൊരു ആക്ഷൻ എടുക്കാതെ മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്കിനി ഓരോ കാർഡ്സ് വെച്ച് നോക്കാം. എയ്റ്റ് ഓഫ് സോർട്സ് എന്ന കാർഡ് നിങ്ങളുടെ വ്യക്തി വളരെയധികം മെന്റലി കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ആൾക്കൊന്നിനെക്കുറിച്ചും ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് എന്ത് ചെയ്യണമെന്നറിയാതെ മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കണ്ടില്ല. ആ ഒരു വ്യക്തി കണ്ണും കൈയും എല്ലാം കെട്ടി സ്വന്തമായി തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉള്ളൂ, പക്ഷെ അതിന് ശ്രമിക്കുന്നില്ല. അപ്പം ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. പക്ഷെ സെക്കൻഡ് കാർഡ് ടെൻ ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ മനസ്സിലൊരു ഹാപ്പിനെസ് ആണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ഭാവി ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട്. കണ്ടില്ല ആ ഒരു കാർഡിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് 2 കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു ഹാപ്പി ഫാമിലി കാർഡാണ് ഈ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് അവരുടെ മനസ്സിലെ ആ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു ഭാവി ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ട്. അപ്പം അതൊരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കൂടുതലും ചിന്തിക്കുന്നത് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു വ്യക്തി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്, ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഇതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, അവരുടെ മനസ്സിലെ എല്ലാ ഫീലിങ്സും തുറന്നു പറയണം. പക്ഷെ ഈ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ആള് വളരെയധികം ഷൈ ആണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആള് സ്റ്റക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാനാവാതെ വിഷമിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. പക്ഷെ എല്ലാം തന്നെ ദൈവത്തിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതായത് എല്ലാം യൂണിവേഴ്സിൽ, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിൽ അർപ്പിച്ചു കഴിഞ്ഞു, ബാക്കിയെല്ലാം ദൈവം നോയിക്കോളും എന്നുള്ള രീതിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു വിവാഹമൊക്കെ സ്വപ്നം കണ്ട ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ സന്തോഷം നിറഞ്ഞ ഒരു വിവാഹം ഈ ഒരു വ്യക്തി സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുമായിട്ട്, അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് തൻ്റെ മനസ്സിലെ ആശയങ്ങളെല്ലാം തന്നെ വേഗത്തിലാക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതാണ് 8 ഓഫ് വാൻഡ്സ് പറയുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തിക്ക് അറിയാം, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അവരെയും പ്രതീക്ഷിച്ചു മാത്രം നിങ്ങൾ ഇരിക്കുകയാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഹാർഡ് വർക്കിംഗ് മോഡിലാണ്. എങ്ങനെയും കുറച്ച് പണം ഉണ്ടാക്കണം, ഫ്യൂച്ചർ സെറ്റിൽ ആക്കണം എന്നുള്ള ആ ഒരു തോട്ടാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ദി വേൾഡ് കാർഡാണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു സ്പ്രെഡിന് കിട്ടിയിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ. കാരണം നിങ്ങളാണ് അവരുടെ ലൈഫിന്റെ പൂർണ്ണത എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ അല്പം സ്റ്റക്കാണെങ്കിൽ കൂടി നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ഫ്യൂച്ചർ എങ്ങനെ ആക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിലെ ആശയങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ആ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്ന ഒരു ഫേസിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആള് ഒരു ആക്ഷൻ എടുക്കുന്നില്ലായിരിക്കാം മേ ബി, പക്ഷെ അതെല്ലാം ടെമ്പററി ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറുന്നതാണ്. അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.